ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മളന്ന് കാണിച്ചെന്ന അമ്പലത്തിലെ കുളത്തിലേക്ക് വന്നിട്ടാണുള്ളത്. ഇന്ന് ഇവിടെ നിന്നാണ് കുളിയെല്ലാം. അപ്പോൾ ഇന്ന് നമുക്ക് ചെറുതായിട്ട് ചിക്കൻ പൊരിക്കലും അങ്ങനത്തെ ചെറിയ പരിപാടികളുണ്ട്. അതെല്ലാം നമ്മൾ ഈ വീഡിയോ കാണിച്ചു തരും. അപ്പോൾ നമുക്കിപ്പോൾ കുളിച്ചിട്ട് വരാം. ഇത് നമ്മളെ പേര് 2 ചോട്ടപ്പിള്ളേർ വന്നിട്ടുണ്ട്. അതേത് ചാനൽ? ഇതാ ചേതൻ ഡ്രസ്സ് മാറ്റാൻ പോവുകയാണ്. ഫുള്ള് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നതാണ്. മാറ്റിക്കോ. അടി തരാം. ചാനലിന്റെ പേരാ ടീൻ ഫോർ പീപ്പിൾ. സബ്സ്ക്രൈബ് ചെയ്യണേ ഗായ്സ്. ഇതാ കുറേ ആൾക്കാരുണ്ട്. തണുപ്പുണ്ടോ? എന്തെല്ലാം അറിയും. ഈ സ്ഥലം നോക്കിയാട്ടെ, നല്ല അടിപൊളി സ്ഥലമാണ്. ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി നാച്ചുറൽ സ്ഥലം. ഇതാണ് അവിടെയാണ് നമ്മൾ കുളിക്കുന്നത്. കുളം അടിപൊളി സ്ഥലമാണ് ഗൈസ്. കണ്ടില്ലേ? വൈബ് സ്ഥലം. ഇവിടെ ഒരു മരം ഉണ്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ പെയ്തപ്പോൾ കാറ്റത്ത് ആ മരം വീണ് പോയി. അപ്പോൾ അതാ കട്ട് ചെയ്ത് കണ്ടോ. അതൊക്കെയാണ് സംഭവങ്ങൾ. അടിപൊളി സ്ഥലം. നല്ല തണുപ്പാണ്. ഏത് ക്ലൈമറ്റിലും ഏത് സീസണിലും വേണമെങ്കിൽ നല്ല തണുപ്പായിരിക്കും. അതൊക്കെ ഒരു ഷേപ്പ് പോലെ ഉള്ളിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അടിപൊളി സ്ഥലം. അടിപൊളി സ്ഥലം ഗൈസ്. വൈബ് സ്ഥലം. ആണ് സ്ഥലം. ആളെടുത്തേ ഗായ്സ്, അവിടെ ഫുള്ളും നീന്തലും കുളിക്കലൊക്കെയാണ്. അവിടെ നിന്ന് ഉറ പൊട്ടുന്നു. കുറേ സ്ഥലത്തുനിന്ന് ഉറ പൊട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഉറ പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് വെള്ളം പോക്ക്. അടിപൊളി സ്ഥലമാണ്. ഹായ്, അടിപൊളി സ്ഥലം. അതിലേ നടന്നു വരുന്ന സ്ഥലം. പിന്നെ ഉറ പൊട്ടിയിട്ടുള്ളത്. പിന്നെ ആ മരങ്ങളായിട്ട് ചുറ്റപ്പെട്ട് നടുക്കൊരു കുളം. വൈബ് എന്ന് വെച്ചാൽ വൈബ്. മുങ്ങ് അമ്പാനെ മുങ്ങ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇവ മുങ്ങിയിട്ടില്ല. ചേതന കൊടുത്തോ. ചേതൻ ഫസ്റ്റ്. സ്ഥലം നോക്കിയാ ഇവിടെ നിന്നും കയറാം നമുക്ക്. അവിടെ നിന്നും കയറാം ഗൈസ്. ഇതാ നടുക്കൊരു കുളം. ഇതാ അടിപൊളി സ്ഥലമാണ്. അടിപൊളി സ്ഥലം. ഇത് അമ്പലം. പിന്നെ ഹായ്, വാട്ടിയ സ്ഥലം. ഇവിടെയാണ് തേങ്ങ പൊട്ടിക്കൽ. ഇതാ ഇവിടെ കുളിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാവരും കുളിച്ച് കയറിയിട്ടുണ്ട്. ഇനി എല്ലാവരും പോയിട്ട് ചോറ് കഴിക്കാം. ഇപ്പോൾ ഒരു സമയം 1:03. ഇനി എല്ലാവരും പോയി ചോറ് കഴിക്കാം. പിന്നെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ ഓക്കെ. ഗൈസ്, നമ്മളിപ്പോൾ ഷോപ്രക്സിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇനി ചെസ്റ്റ് പീസ് ചിക്കൻ വാങ്ങണം. ചിക്കൻ്റെ ചെസ്റ്റ് പീസ് ഇത് ഒന്നേ ഉള്ളൂ. ഒന്നേ കാണുന്നുള്ളൂ. ഇവിടെ വേറെ പരതണം. ഇത് ഫുള്ള് നമുക്ക് തിന്നാനുള്ള പൈസ കൊടുത്താലേ പക്ഷെ കിട്ടും. നമ്മളിപ്പോൾ ബില്ലടിക്കാൻ പോവുകയാണ്. 200 റുപ്യ. 200 റുപ്യ.
പെർ പീസിന് 70 റുപ്യ എന്ന് പറയുന്നത്. നമ്മളത് കണ്ടില്ല. നമ്മളൊരു പാക്കിന് 70 റുപ്യ എന്ന് പറഞ്ഞ് വന്ന് നിന്ന് നോക്കുമ്പോൾ പൈസ അധികം വലിഞ്ഞ്. അതുകൊണ്ട് നമ്മൾ ഒന്നേ വാങ്ങുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സാധനം എല്ലാം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോയത്. നമ്മളിപ്പോൾ ജിമ്മിന് പോയിട്ട് സാധനം വാങ്ങി കഴിഞ്ഞിട്ട് പോവുകയാണ്. എന്താ പറയണ്ട, 150 റുപ്യക്ക് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ബ്രസ്റ്റ് പീസ്. ഒരു പാക്കറ്റിന് 70 വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. നോക്കുമ്പോൾ ഒരു പീസിനാണ്. ആ ഒരു പാക്കറ്റിൽ 2 പീസാണ് ഉണ്ടാവുക. നമ്മൾ ഒരു പാക്കറ്റിന് 70 റുപ്യാന്ന് വെച്ചിട്ട് വാങ്ങി. നോക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഒന്നും അറിയില്ല. ലാസ്റ്റ് എന്നിട്ട് ഒരു പാക്കറ്റിന് 140 റുപ്യാന്ന് പറഞ്ഞ് കൈമേലുള്ള പൈസയെല്ലാം കൊടുത്ത് വാങ്ങി. പൈസ ഇവിടെ എല്ലാം നല്ല മഴയെല്ലാം പെയ്ത് ഫുള്ള് ചളിയായിട്ടാണുള്ളത്. ഫുള്ള് വണ്ടിയും രാവിലെ തന്നെ. റോഡിന്റെ അവസ്ഥ ഇതാണ് നമ്മുടെ റോഡ്. ഇന്റർനാഷണൽ റോഡാണ്. ഇപ്പം ചെറിയൊരു വെയിൽ വന്നിന്. ഇനിയിപ്പം വീണ്ടും കാർമേഘലുണ്ട് ചെറിയ. രാവിലെ തന്നെ നല്ല വണ്ടിയും തിരക്കും. ഫുള്ളെല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കും എല്ലാം. ചെസ്റ്റ് പീസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നിസാമ് പോകണം. ഹലോ ഗൈസ്, നമ്മളിവിടെ വട വാങ്ങാൻ വന്നതാണ്. വട വാങ്ങണം. വൈബ് വട. ഇത്ര സാധനങ്ങൾ എല്ലാം കാണുമ്പോൾ തിന്നാൻ തോന്നും, പക്ഷെ ഒന്നിനും പൈസ ഇല്ല. ദാരിദ്ര്യം. അപ്പോൾ നമ്മൾ കടിയും വാങ്ങിയിട്ട് പോവുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് കടിയും വാങ്ങിയിട്ടുണ്ട്. ഏതാണ്? ഉണ്ണിയപ്പം. മുട്ടയപ്പം. ഇതെല്ലാം അപ്പോൾ കുറേ അപ്പമുണ്ട്. ഇത് പോലീസ് അവിടെ നിന്ന് ഇങ്ങനെ പണിയെടുക്കുകയാണ്. അനക്ക് വരുന്നത് തിശി. അപ്പോൾ ഗൈസ് നമ്മൾ കടിയിൽ നിന്നുകൊണ്ട് മാർക്കറ്റിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മളെ മാർക്കറ്റ്. അടിപൊളി മാർക്കറ്റാണ്. 2000 years later. അപ്പോൾ എല്ലാവരും ചോറിന്ന് വന്ന് അമ്മിക്കല്ലെടുത്ത് കൊണ്ടുപോയിന്ന്. നമ്മളിന്ന് അമ്മിക്കല്ലിലിട്ടിട്ട് ചിക്കൻ പൊരിക്കാൻ പോണേ. ചേതൻ ബാഹുബലി. ജ്വലല്ലലാടപട്ടപാവകെ കിശോര ചന്ദ്രശേഖരേ പ്രതിക്ഷണം മമ. പിള്ളേരെല്ലാം ഇവിടെ ഭയങ്കര ഹാർഡ് വർക്കാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല, വീഡിയോ എടുക്കുന്നുണ്ട്. അതന്നെ ധാരാളം ഹാർഡ് വർക്ക് ചെയ്തത്. ഇത് ഭയങ്കര ഹാർഡ് വർക്ക്. റസൂൽ കുറേ നേരമായി വിൽക്കാൻ നോക്കുന്നൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിനി അടുപ്പ് കത്തിക്കണം. ഇപ്പോഴേ കത്തിച്ചാലേ ഈ കല്ല് ചൂടാവും. എന്നിട്ട് ഈ കല്ല് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയെല്ലാം മെരുക്കി ഫുള്ള് സെറ്റാക്കി വെക്കാം. പക്ഷേ കല്ല് ചൂടാവാൻ കുറേ ടൈം ആവും. അപ്പോൾ കത്തിച്ചെടുക്കാം. ചിരട്ട ഗൈസ് ഫുള്ളിടെ തീടാൻ പോവാണ് നമ്മൾ. ഒരു ചെറിയൊരു ഇല പറിക്കാൻ വന്നിട്ട് കൊണ്ടുവന്ന ഇല നോക്കാറോ. എന്താണല്ലേ ഇവേ വലിയ ഇലയിലും കൊണ്ടുവന്നില്ലേ. ഇത് നമ്മളെ മെയിൻ ആള് വരുന്നുണ്ട്, രാജപ്പൻ. How are you? I'm fine, thank you. അവിടെ പോയെ കുളത്തിലോ? നീ എന്താ അറിയോ? ഏതാട്ടെ
ആരെ പഠിപ്പിച്ചത് നീ പൊട്ടം പഠിപ്പിച്ചെന്നെ. എന്താടാ നീ എന്താടാ അങ്ങനെയെല്ലാം പറയുന്നു? നമ്മൾ തരുവേ ഇല്ല, നമ്മളെല്ലാം സഹായിക്കും. എന്താന്നല്ലേ ദുഷ്ടനാണല്ലേ ലോകപ്പൊട്ടൻ. അയ്യേട്ടൻകാരൻ മരിക്കാണ്ട് സത്യം. രണ്ടു നീന്താ അറിയാണ്ട് വെള്ളത്തിന്റെ നടുക്ക് പോയിട്ട് ഉള്ളി. അഭിലാഷ് എടുത്താ അതെടുത്താ അമ്മക്ക് ഇവിടെ പോയാലോ 3 മണിക്ക്? നീ എവിടെയും പോടാ. നല്ല ഫ്രഷ് വെള്ളമായിട്ടുണ്ട്, പോയാലോ? നീ എവിടെയും പോടാ പറയടാ. നമ്മള് ഈ ചിക്കനില് മസാല പരത്താൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് സീ ആൻഡ് വാച്ച് ബൈ. അപ്പം ഗൈസ് നമ്മള് കത്തിനെ കൊണ്ട് ചിക്കനെ കുട്ടാൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് സീ ആൻഡ് വാച്ച്. കത്തി കൈകാന്ത ഒരു മൊണ്ണയാണ് കാണുന്നത് നിങ്ങൾക്ക്. ഓക്കെ ഗൈസ്, പറഞ്ഞാലും മനസ്സിലാക്കാത്ത സാധനമാണ് ആ ഇലയിൽ കൈയിട്ട് വാരുന്നത്. അപ്പോൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഓക്കെ ബൈ. അത് ശരിക്കും ഒരു പൊട്ടനാണ്. ഇപ്പോൾ നമ്മൾ ചിക്കൻ വരയുകയാണ്. മഴ പെയ്യുന്നോണ്ട് നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് വെക്കണം. നമുക്ക് ഈ ഷീറ്റ് അങ്ങ് എടുത്തോണ്ട് പോവാം. കുരുമുളകും ഉപ്പും മുളകും പക്ഷേ ഉപ്പും മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. ആ ഉപ്പും മുളകും കണ്ടിട്ട് അതേ വായിലിരുന്നുള്ളൂ. എന്താ ചെയ്യാ, രാവിലെ അല്ല ഉപ്പുമുളക്. അതന്നെ അടിപൊളിയാണ്. പക്ഷെ ഇപ്പോൾ നീലവും പാലും ഇല്ലാത്തതുകൊണ്ട് രസമില്ല. മുടിയെന്തിനാണ് അമ്മ പോയി ആർക്കറിയാം. അതല്ല കുരുമുളക് ഇനി നമുക്ക് ഉപ്പിടണം. പെരക്കങ്ങോട്ട് ഇതാ പെരക്കിസ്റ്റ്. എന്താണ് നീ മുഖം കാണിക്കാതെ? ഭയങ്കര തുടക്കല്ല മുഖം. വേണ്ടല്ലേ എന്താ. അടുത്ത നമ്മൾ ഉപ്പിടാൻ പോവാണ്. ഉപ്പും മുളകിലെ ഉപ്പ്. മുളകില്ല അതിൽ നമ്മൾ പറഞ്ഞടേ. എനിക്ക് എന്താ മുളകുണ്ട് പക്ഷെ ഇടില്ല. കുറച്ച് വെറൈറ്റി ആവട്ടല്ലേ. അപ്പോൾ നമ്മളെ കല്ലെല്ലാം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. കുറച്ചുകൂടെ പാട്ട് പാട്. ബാലഗോപാലി എന്ത് മീനാക്ഷിന്റെ ഈ പാട്ട് വെച്ചതാണ് പാടിക്കൊണ്ടത്. എണ്ണേന്റെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് അത് ഒന്നും വിചാരിക്കരുത്. എണ്ണ ചെറുതായിട്ട് മുളക് പൊടിയിൽ വീണുപോയി. പക്ഷേ എണ്ണയിൽ കുറച്ച് മുളക് പൊടി വീണുപോയി. അതാണ് ഇങ്ങനത്തെ കളർ. ചിക്കൻ നമ്മളവിടെ ഫസ്റ്റിന് വെച്ചിട്ടുണ്ട് ആ വാഴയിലയിൽ. ഓ അപ്പോൾ നമുക്കിനി ഇതിൽ ചിക്കൻ വെച്ച് കൊടുക്കാം. വിഷമമൊന്നുമില്ല. ചിക്കൻ വെക്കുമ്പോൾ നൊച്ച കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കാത്തു നിന്നേ. ചിക്കൻ ചതിച്ച് എല്ലാവരും സൈലന്റ് ആയി. ഒച്ച കേൾക്കാൻ വേണ്ടി എല്ലാവരും സൈലന്റ് ആയത്. ചിക്കൻ നമ്മൾ ചതിച്ച്. അതിനർത്ഥം കല്ല് ചൂടായിട്ടില്ല എന്നല്ലേ? എണ്ണ ചൂടായിട്ടില്ല. ആ ചെറുതായിട്ട് സൗണ്ട് വരുന്നുണ്ട്. ഓ ഇതും വെച്ച് ആഘോഷിക്കാം. ചെറിയ സൗണ്ടേ ഉള്ളൂ. ഇതെന്തിനാണ്? How long can you hold
നമ്മളിപ്പോൾ ചിക്കൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം ഓപ്പോസിറ്റ് സൈഡായിട്ട് കുറച്ചും കൂടി എണ്ണ ആക്കി കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ ഇടക്ക് ജിഞ്ചർ ഗാർലിക് കുത്തി കയറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കിട്ടും. ഫ്രോസൺ ആയതുകൊണ്ട് നല്ല ജ്യൂസി ആയിരിക്കും ചിക്കൻ. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കാം. ഗാർലിക് ചെറുതായിട്ട് ഇളകിപ്പോയി. ഓ പുകേൻ്റെ അടുത്ത് നിന്നിട്ട് കണ്ണ് ഫുൾ അടിച്ചു പോയി. ഇതാ യക്ഷിയാണ് ഡ്രാക്കുള. മറ്റേ കണ്ണില് മറ്റേ തീയെല്ലാം വരുന്നത് മതിയാ. തീരെ ക്ഷമയില്ലാത്തൊരുത്തൻ. എന്തോന്ന് എന്നാ ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ. ഇപ്പൊ നോക്കാം. എടുത്ത് ഇലയിൽ വെച്ചാ നീ എടുത്ത ഇലയിൽ വെച്ചാ ഞാൻ നോക്കാം. അളിഞ്ഞ്. അപ്പോൾ ഇത് നമ്മൾ ഒരു കിണർ. കിണറ്റിൽ ഫോൺ വിടുമോ? മഴ പെയ്തുകൊണ്ട് കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല താഴെ ഉണ്ടാവും അത് വെള്ളം. പറ്റിയില്ലേ പൊന്തിച്ചാളൊന്നും. നമ്മള് ചിക്കനിലേക്ക് ചീസ് ഇടാൻ പോയിരുന്നു. ചീസ് ഇടാൻ പോകുന്നില്ല, ആയില്ല, കുറച്ച് സമയം കൂടി അപ്പൊ നിസാമ് ഇടാൻ പോകുന്നില്ല. കുക്ക് ചെയ്ത ഇവിടെ ചിക്കൻ ചുടുമ്പോൾ മഴക്കാർ. നമ്മൾ എന്ത് പരിപാടി ചെയ്യുമ്പോഴും ഇതാണ് കുഴപ്പം. മഴയാണ് കുഴപ്പം. ഇതാ ഷീറ്റെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പാ ചതിക്കുവാന്ന് പറയാൻ കഴിയില്ല അല്ലേ? എപ്പാന്ന് ചതിക്കുവാന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെല്ലാ ഉപകരണങ്ങളും വെച്ചിട്ടാണ് ചിക്കനൊക്കെ ചുടുന്നത്. ഹായ് കല്ലുമക്കായി പോലെ ഉണ്ട് ഗൈസ്. ചിക്കൻ കല്ലുമക്കായി പോലെ. ഗൈസ് എല്ലാ വീഡിയോ എടുക്കുമ്പോൾ മഴ ചതിക്കും. അതേപോലെ തന്നെ ഇതിലും ചതിച്ചു മഴ. ബക്കട ഇങ്ങോട്ട് വേഗോ എൻ്റെ മനസ്സ് മഴയാണ്. അപ്പൊ ചീസ് വെച്ചിട്ടുണ്ട്. മറിച്ചിടും. ഓ നമ്മളെടുത്ത അവസ്ഥ കാണിച്ചു കൊടുക്കും. മൊത്തം പുകയും എടാ മറിച്ചിട്ടില്ലേ? DJ പരിപാടിക്ക് വന്നിട്ടാ ഉള്ളത്. എടാ മറിച്ചിട്ടില്ലേ DJ പരിപാടിക്ക്? അത് ഇതിന് മെൽറ്റാവും. റെയിൻകോട്ട് ഇട്ടിട്ട് വന്ന ജിതിനാട്ടൻ ശീറ്റെല്ലാം പിടിച്ച് കണ്ണിലെല്ലാം വെള്ളം വന്നു. മഴ പെയ്യുന്ന ഉറപ്പുള്ളതുകൊണ്ട് നമ്മള് ശീറ്റെല്ലാം എടുത്ത് വെച്ചിന്. മഴ പെയ്യുന്ന എന്തായാലും ഉറപ്പായിരുന്നു. അപ്പൊ നമ്മള് ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കത് എന്റെ കൈ ഇപ്പൊ പോന്നു സമമരിയായി കൂടി. നല്ല ആളെ സീറ്റ് പിടിക്കാനാക്കി. ഈ സീറ്റ് ഇപ്പം പോകും. സമമരിയായി കുടിച്ചോ? ഇപ്പം പോകും.
ചീസെല്ലാം പോയല്ലേ, ചീസെല്ലാം ഒരു വകയായി. കല്ലിന്റെ ഇതെല്ലാം കൂടാ ഷീറ്റ് എടുത്തിട്ട് മഴവെള്ളം എടുക്കാൻ തലയിൽ വെച്ച് നമ്മൾ ഈ ഷീറ്റ് എടുത്തിട്ടുള്ളേ. നമ്മ കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് പോകുമ്പോ A few minutes later. ചിക്കൻ ഫ്രൈ നമ്മളെ കേക്ക് മുറിക്കുന്ന പോലെയാണ് മുറിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.